എവരി വൺ. നമ്മുടെ ഒരു ന്യൂ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ഇടാൻ പോകുന്നത്. സോ ഇവിടെ എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ ആക്ച്വലി കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലനേഷൻ തരും. ബട്ട് അവിടെ നിന്ന് പഠിച്ച് വന്നിട്ട് ആ ഒരു ചാനലിൽ കാണുന്ന വീഡിയോ അത് പഠിച്ച് വന്നിട്ട് അവിടെ നിന്ന് പഠിക്കുക, കുറച്ചുകൂടി മനസ്സിലാക്കിയെടുക്കുക. കാരണം വെച്ചാൽ എലിറ്റ് വേവ് തിയറി ഒത്തിരി പേർക്ക് അറിയത്തില്ല. എലിറ്റ് വേവ് തിയറി ഉത്തരവായിട്ട് എന്താ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് എലിറ്റ് വേവ് തിയറി നമുക്കറിയില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്രസൻറ്റ് മാത്രം ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് അതൊരു ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു ആ ഒരു ചാനൽ. ഫസ്റ്റ് എന്താണ് എലിറ്റ് വേവ് തിയറി, സോ അവിടെ നിന്ന് കുറച്ച് മനസ്സിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചാനലിലാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് കുറച്ചുകൂടി ക്വാളിറ്റി എക്സ്പ്ലനേഷൻ ഞാൻ തരും. ഓക്കെ, സോ അവിടെ തന്നെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ, അപ്പോഴേ എന്തെങ്കിലും പിടി കിട്ടുള്ളൂ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും, എനിക്കും. ഓക്കെ, സോ നമ്മുടെ ഒരു ചാനലാണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഇപ്പോൾ ഈ സമയത്ത്, കുറച്ചേ മതി. കാരണം എന്താ വെച്ചാൽ അവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ടെൻഷൻ ആയിരിക്കും, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസസ് ഉണ്ട് ഈ ഒരു ചാനലിൽ. എന്നുവെച്ചാൽ കുറച്ചുകൂടി ടഫായിട്ടാണ്, കുറച്ചുകൂടി എലിറ്റ് വേവ് തിയറി എന്താണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ബട്ട് കുറച്ചുകൂടി ടഫായിട്ടായിരിക്കുള്ളൂ, മനസ്സിലായോ? സോ അത് അവിടുന്ന് കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ചാനലിലേക്ക് നോക്കാവുള്ളൂ. അതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടാണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. അങ്ങനെയാണ് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ പോവുക. ഓക്കെ, നിഫ്റ്റിയുടെ തന്നെ. സോ നിഫ്റ്റി നമ്മുടെ ഈ ഒരു ബിഗർ ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണ്. ഓക്കെ, സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ റെഗുലർ വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ചാനലിൽ. സോ അവർക്ക് അറിയായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഒരു റാലി ഈ ഒരു ഏരിയയിൽ നമ്മൾ മെഗാഫോണിൻ്റെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു ഏരിയയിൽ മെഗാഫോണിൻ്റെ ടോപ്പ് അടിക്കാൻ പോവുക, ദെൻ പിന്നെ ഫോൾ വന്നു, ഒരു നല്ലൊരു ഫോൾ വരാൻ പോവുക, ദെൻ ഇവിടെ നിന്ന് ബോട്ടം ഫൈൻഡ് ചെയ്യാൻ പോവുക എന്നൊക്കെ ഡിസ്കസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് വന്നു. ഓക്കെ, സോ ഇനി ബിഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഓക്കെ, സോ ഇവിടെ ബിഗർ ടൈം ഫ്രെയിം ഫസ്റ്റ് ഇപ്പോൾ മാർക്കറ്റ് ഇത് ജസ്റ്റ് ഒരു ക്ലീൻ ഒരു പ്യുവർ ചാർട്ടാണ്. ഈ ഒരു ട്രെൻഡ് ലൈന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ മാർക്കറ്റ്. സോ മാർക്കറ്റ് ഇനി ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബുള്ളിഷ്നെസ് ഉള്ളൂ, ബ്രേക്ക് ഔട്ട് മാത്രമേ. അപ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുള്ളൂ. ഓക്കെ, എന്നുവെച്ചാൽ 2 ടാപ്സ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടാവില്ല. 3rd ടാപ്പ് കൂടി കിട്ടി. ദാറ്റ് മീൻസ് 3rd ടാപ്പ് എക്സാക്ട്ലി ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് എന്താണ് നമ്മുടെ ബോട്ടം ഏതാണ്? ഇപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഫുൾ ബോട്ടം ഇതാണ്. ഓക്കെ, അത്യാവശ്യം മാർക്കറ്റ് നന്നായിട്ട് മുകളിൽ കയറിയിട്ടുണ്ട്. സോ അത് നമുക്ക് ബോട്ടം തന്നെ പറയാം. ഈ ഒരു സമയത്ത് ഇതൊരു ബോട്ടമാണ്. യെസ്, ഇതാണ് ഒരു ബോട്ടം. ഓക്കെ, അത് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്തേക്കാം. ഫുൾ ഈ ഒരു ലെഗ് ഉണ്ട്, ഈ ഒരു ടോപ്പ് ടു ബോട്ടം ഇവിടെ വരെ നമ്മൾ ഫുള്ള് ഫിബൊനാച്ചി നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫിബ് റിട്രേസ്മെൻറ്റ് എടുക്കുക. നോർമൽ കേസസിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, സോ നോർമൽ കേസസിൽ പ്രൈസ് എപ്പോഴും ഒരു എലിറ്റ് വേവിൻ്റെ റൂളാണ് 61.80% നോർമലി പ്രൈസ് ക്രോസ് ചെയ്യണം ഫോർ ബുള്ളിഷ്നെസ്. ബെറ്റർ ആണ് 81.20 ക്രോസ് ചെയ്യണം. സോ ഈ ഒരു സിനാരിയോയിൽ പ്രൈസ് 81.20യുടെ അബവ് ആണ്. ദാറ്റ് മീൻസ് ഇത് 0.768 ആണ്. ബട്ട് ഞാൻ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. 81.20 നെക്സ്റ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. സോ 81.20 അബവ് ആണ് പ്രൈസ്. ഓക്കെ, സോ അവിടെ വരെ പ്രൈസ് വന്നു റിജക്ഷൻ എടുക്കുന്നു. ഓക്കെ, സോ ശ്രദ്ധിക്കുക, പ്രൈസ് ദാറ്റ് മീൻസ് അവിടെ വരെ പോയി. ദാറ്റ് മീൻസ് ഒരു സൈൻ ഓഫ് ബുള്ളിഷ്നെസ് ആണ്. ബട്ട് പ്രൈസ് അവിടെ നിന്ന് ഇനി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റിജക്ഷൻ എടുത്ത് പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ, സോ ഇത് നമ്മുടെ ഇത് ഡിലീറ്റ് ചെയ്യണം. സോ ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആയി. ഏതാണ് ആ ഒരു അതിൻ്റെ ഹൈ. ഓക്കെ, ഇതിൻ്റെ ഒരു ഹൈ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ആയി. ഇതിന് 81.20 റിജക്ഷൻ എടുക്കുന്ന സോൺ അത് റെസിസ്റ്റൻസ് ആയി. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം. ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഇതാണ് നമ്മളിപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇതാണ് നമ്മളിപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ ബാക്കി ഈ ടോപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാനല്ല, മീൻസ് സൈഡ് മാറ്റി വയ്ക്കുക. ആൻഡ് ദെൻ ഇപ്പോൾ ഡിസ്കസ് വരുന്നത് ഈ ഒരു ലെഗിൻ്റെ ഡിസ്കഷൻ മാത്രമേ ഇപ്പോൾ നമുക്ക് വരികയുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഫുൾ 1 ആയി, ഇത് 2 ആയി. 2യുടെ ആണ് ഇപ്പോൾ ഇനി നടക്കുന്നത്. 2 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, 2 ആണ് ഇപ്പോൾ നമ്മുടെ ഓൺഗോയിങ് ആണ്. 2 ആണ് നടക്കുന്നത്. 2യുടെ ഫോളാണ് ഓർ 2 ആണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ ഇനി ഈ അടുത്ത മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യില്ല എന്നാണ് നമ്മുടെ ഒരു
തോന്നൽ. ദാറ്റ് മീൻസ് കാരണം വെച്ചാൽ ഇത് ഒത്തിരി ഇവിടുന്ന് പ്രൈസ് അത്രയ്ക്ക് ബുള്ളിഷ് ആയല്ലോ പ്രൈസ്. സോ ഇത്ര ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ പ്രൈസ് ഇത്ര ഇവരെ പോയി 81.2. ദാറ്റ് മീൻസ് ഇമ്പൾസീവ് മൂവാണ്. സോ നമുക്ക് അങ്ങനെ ഒരു ഇത് എക്സ്പെക്ട് ചെയ്യാൻ. ദാറ്റ് മീൻസ് പ്രൈസ് ഈ അടുത്ത് ഇതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ഈ ഒരു ലെഗിൽ ഫുള്ള് ഫിബൊനാച്ചി വെക്കുക. സോ നമ്മൾ ഇവിടുന്ന് അതേ ഫിബൊനാച്ചി എടുത്തു. എവിടെ നമ്മുടെ ഫിബൊനാച്ചിക്ക് യെസ് ഓക്കെ ഫിബൊനാച്ചി എടുത്തു. ഫ്രം ഹിയർ ടു ഇവിടെ വരെ നമ്മൾ ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിബൊനാച്ചി നമ്മുടെ ഇവിടുന്ന് യൂസ് ചെയ്തിട്ട് ദാറ്റ് മീൻസ് ഇനി നമ്മുടെ വരുന്ന സപ്പോർട്ട് സോണാണ് ഏത് നമ്മുടെ ഈ ഒരു ഏരിയ. ഓക്കെ, 0.380. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നിയറസ്റ്റ് സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഇത് ഞാൻ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്തേക്കാം. പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണ് പെർസെൻറ്റേജിൽ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ തന്നേക്കാം. എങ്ങനെ അത് നമ്മൾ ഇതിൻ്റെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. 3 ഡോട്ട് സെറ്റിങ്സിൽ പോവുക. ഇത് ലാസ്റ്റ് സെറ്റിങ്സിൽ ആൻഡ് ദെൻ അവിടെ പോയി താഴെ പോയി ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ടാകും, നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ഇത് ഇവിടെ ലെവൽസ്, വാല്യൂസ് ആൻഡ് ദെൻ പെർസെൻറ്റ്സ്. റൈറ്റ്, ഇതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ പെർസെൻറ്റേജിൽ കൺവേർട്ട് ആയി. ഓക്കെ, സോ ഇനിയാണ് നമ്മുടെ നിയറസ്റ്റ് സപ്പോർട്ട് ബിഗർ ടൈം ഫ്രെയിമിൽ വരുന്നത്. 38.20% ആണ് നിയറസ്റ്റ് സപ്പോർട്ട് നമ്മുടെ വരുന്നത്. അത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ് ഈ ഒരു ഏരിയ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബിലോ വരുന്നത് 50% ഏരിയ ആണ് സപ്പോർട്ട്. ഓക്കെ, ഈ 2 സപ്പോർട്ട് നമ്മുടെ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നോർമൽ ഡിസ്കഷൻ എന്താണ്? പ്രൈസ് ഇത് പോയേക്കുന്ന എക്സ്റ്റൻഷനിലാണ്. കണ്ട 1 2 3 4 5 ഫസ്റ്റ് വേവ് എക്സ്റ്റൻഷനിലായിരുന്നു. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നോർമൽ ആൻഡ് ഫിഫ്ത്ത് കംപ്ലീറ്റ് ആയി. എക്സ്റ്റൻഷനിലാണ് ലെഗ്. സോ എക്സ്റ്റൻഷനിലാവുമ്പോഴത്തേക്ക് സെക്കൻഡ് വേവിൻ്റെ ഫോൾ മിനിമമേ വരാവുള്ളൂ. മിനിമം റേഷ്യോസ് ഏതാണ് ഇതിനകത്ത്? 38.20%, 50%. 50% ബിലോ പോയാൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. വീക്ക്നെസ് വരും ഫോർ തേർഡ് വേവ് ഇൻ കേസ് പ്രൈസ് ബുള്ളിഷിലേക്ക് പോവുകയാണെങ്കിൽ. സോ ഓക്കെ, 50% ബിലോ പോകാൻ പാടില്ല. സോ ഇതാണ് നമ്മുടെ മെയിൻ റേഷ്യോസ്. പ്രൈസ് ഇത്ര വരെ മാക്സിമമേ വരാവുള്ളൂ അപ്കമിങ് ടൈമിൽ. ഈ വരുന്ന ഫോൾ അങ്ങനെ ആണെങ്കിൽ പ്രൈസ് മാക്സിമം ഈ ഇത്രേ വരാവുള്ളൂ. 38.20% നല്ല സപ്പോർട്ടാണ്. ഇൻ കേസ് അത് കൂടി ബ്രേക്ക് ചെയ്താൽ 50%. ഇതിൻ്റെ ബില്ല് പോയാൽ പിന്നെ വീണ്ടും മാർക്കറ്റ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ വരും. 61.80% സപ്പോർട്ട് ഉണ്ട്. 81.20 ഇവിടെ വരെ സപ്പോർട്ട്സ് ഉണ്ട്. ബട്ട് പിന്നെ മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് സ്ലോ ആയിരിക്കും. പിന്നെ മാർക്കറ്റ് ഫുള്ളി ഈ ഒരു തന്നെ കുറേ നാൾ ഇതിനകത്ത് തന്നെ കൺസോളിഡേഷൻ അപ്പ് ഡൗൺ എങ്കിൽ കളിച്ചുകൊണ്ടിരിക്കും. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ പോകാനാണെങ്കിൽ ഈ ഒരു റാലി ജെനുവൻ ആണെങ്കിൽ ഈ ഒരു പോയ റാലി ജെനുവൻ ആണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സൽ തരണം. ഇവിടെ 38.20% ഓർ മാക്സിമം 50%. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഈ ഒരു ഏരിയ 38.20%. ദാറ്റ് മീൻസ് 24,170 നിയർ. ഓക്കെ, സോ ഇവിടുന്ന് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ്. സോ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ മോസ്റ്റ്ലി ചാൻസസ് ഇവിടെ റിവേഴ്സൽ എടുത്തിട്ട് മുകളിലേക്ക് തിരിച്ച് കയറുവാണെങ്കിൽ ബെറ്ററാണ്. സോ ഇതാണ് നമ്മുടെ സപ്പോർട്ട്സ്, മെയിൻ സപ്പോർട്ട്സ് ആണ്. ഓക്കെ, സോ ഞാൻ ഇത് തിക്കാക്കി മാർക്ക് ചെയ്യും. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് എടുക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺഫർമേഷൻ ഒന്നുമില്ല, എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു അനലൈസ്. ഇനി നമ്മുടെ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകാം. കുറച്ചുകൂടി സ്മോൾ ടൈം ഫ്രെയിം. ദാറ്റ് മീൻസ് ഈ ഒരു സ്ട്രക്ചർ. ഓക്കെ, എ ആൻഡ് ബി. ഓക്കെ, സോ സോറി 1 or 2 ഓൺഗോയിങ് ആണ്. 2 ഓൺഗോയിങ് ആണ്. താഴേക്ക് ഈ ഒരു വരുന്ന ഫോൾ എ ആണ്. ഇത് ബിയുടെ ബൗൺസ് ഫീൽ ഇൻ ആൻഡ് സിയുടെ ഫർദർ ഫോൾ നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. റൈറ്റ്, എങ്ങനെയാണ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ എങ്ങനെ വരാറുള്ളൂ? ABC. ഓക്കെ, സെക്കൻഡ് വേവിൻ്റെ ഫോൾ എങ്ങനെ വരാറുള്ളൂ? ABC. അത് അവിടെ നിന്ന് ആ ഒരു ചാനലിൽ പഠിച്ച പിള്ളേർക്ക് മാത്രമേ ഇത് പിടികിട്ടത്തുള്ളൂ. ഓക്കെ, സോ അവിടെ പോയി നോക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ വന്ന് പിടികിട്ടുള്ളൂ എന്തെങ്കിലും. സോ ABC. സോ ഇത് ഫുൾ എ ആണ്. ഓക്കെ, ഇത് ബി ആണ്. ഈ ബിയുടെ ഹൈ ആണ്. ആൻഡ് ദെൻ സി ഓൺഗോയിങ് ആണ്. സി ഇതുവരെ കംപ്ലീറ്റ് ആയില്ല. സി ഓൺഗോയിങ് ആണ്. സിയിൽ എത്ര മൂവ്സ് ഉണ്ടാവും? 5 മൂവ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് ബി എന്തിനാണ്? ബി എല്ലാവർക്കും അറിയാമല്ലോ. കാരണം വെച്ചാൽ 0 to എയുടെ ബിറ്റ്വീൻ ആണ് ഈ ഫുള്ള്. 0 to A, 0 to 0യുടെ ഈ ഫ്രം ബോട്ടം ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല ഇവിടെ. ആൻഡ് എ ഇതുവരെ ലോ ബ്രേക്ക് ചെയ്തു. സോ ഇതെല്ലാം ബിയുടെ പാർട്സ് തന്നെയാണ് നമുക്ക് പറയാം. ബി എപ്പോഴും ടൈം ടേക്കിംഗ് ഉണ്ടാവും. കൂടുതൽ ടൈം എടുക്കും, ഒത്തിരി സമയം എടുക്കും, കൺസോളിഡേഷൻ ഉണ്ടാവും. അതാണ് ബി. സോ സി ഓൺഗോയിങ് ആണ്. സി ഇവിടെ തീരാനുള്ള ചാൻസസ് ഉണ്ട്, ഇവിടെയും തീരാൻ ഓർ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും തീരാനുള്ള ചാൻസസ് സിയിലുണ്ടാവും. സി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി വെച്ചിട്ടാണ് നമ്മുടെ സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അത് നമ്മുടെ എക്സ്റ്റൻഷൻ ഫിബനാച്ചി പോവുക, ട്രെൻഡ് ബേസ് എക്സ്റ്റൻഷൻ ഫിബനാച്ചി എടുക്കുക ഫ്രം 0 to 7 ലോ ആൻഡ് ദെൻ ബിയുടെ ഹൈ. ഓക്കെ, സോ എക്സാക്ട് പിൻ പോയിൻറ്റ് ഏരിയയിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. റൈറ്റ്, പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എക്സാക്ട് 61.0%. ഓക്കെ, സോ ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് വീണ്ടും ഇത് തന്നെ നമ്മുടെ ഇതിലേക്ക് സെറ്റിങ്സ് പോവുക ആൻഡ് ഇതിലേക്ക് നമുക്ക് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്തേക്കാം. ഓക്കെ, സോ പെർസെൻറ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് പിടികിട്ടും. ഓക്കെ, ഇതാണ് 61.80% എക്സാക്ട്ലി അവിടെ വന്ന് പിൻ പോയിൻറ്റ് പ്രൈസ് അവിടെ നിൽക്കുന്നത്. അത് മിനിമം റേഷ്യോ ആണ്. ഓക്കെ, മിനിമം റേഷ്യോ ആണ് ഫോളിൻ്റെ. ഓക്കെ, സോ സി സ്റ്റാർട്ടായിട്ടുണ്ട്, സിയുടെ എക്സാക്ട് പിൻ പോയിൻറ്റ് സപ്പോർട്ടിലാണ്. മേ ബി 5 മൂവ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ മേ ബി എന്തായിരിക്കും പ്രൈസ് ഇവിടെ കുറച്ച് ദിവസം കൺസോളിഡേഷൻ അപ്പ് ഡൗൺ കാണിച്ചിട്ട് ഓക്കെ ഈ റേഞ്ച് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴത്തെ സപ്പോർട്ടിലേക്കായി പിന്നെ ബൗൺസ്, ഓക്കെ പിന്നെ ഡൗൺ, പിന്നെ ബൗൺസ്, പിന്നെ ഡൗൺ ആൻഡ് ഈ ഒരു റേഷ്യോ 100% എക്സാക്ട്ലി 100% അതും ഇവിടെ വരുന്നുണ്ട്. എവിടെ വരുന്നത്? ഇതേ നമ്മുടെ ഒരു ഏരിയ തന്നെ. ഓക്കെ, നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ടാണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ മറ്റേ 38.20% ആൻഡ് 100%. ഓക്കെ, സോ ഇത് എന്തായി? ടൈപ്പ് ഓഫ് ക്ലസ്റ്ററായി. സോ ഇത് നമ്മൾ ഒന്നുകൂടി തിക്ക് ചെയ്ത് മാർക്ക് ചെയ്തു. ദാറ്റ് മീൻസ് നമുക്ക് ഡബിൾ കൺഫർമേഷൻ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ പി. സോ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നല്ല ഒരു സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയ അപ്കമിങ് ടൈമിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസസ് ഇവിടെ ഉണ്ടാകും. ഓക്കെ, ട്രെൻഡ് ലൈൻ എടുക്കുക ഇവിടെ നിന്ന്. ഓക്കെ, സോ ഇത് റീഡ് ചെയ്യുക ഇതിങ്ങനെ. സോ ഈ ഒരു ഏരിയ ഓക്കെ ഇത് നമുക്ക് സിംഗിൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, കളർ ഇതിൻ്റെ ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു സമയത്ത് ഇതിൻ്റെ സിറ്റുവേഷൻ ഇത് കാണുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ടു ഇത് ഒരു അതായി ആൻഡ് ദെൻ വീണ്ടും എടുക്കുക. ഇതെന്താണ് സംഭവം? എക്സ്പെൻഡഡ് ട്രയാങ്കിൾ, റൈറ്റ്? സോ പ്രൈസ് ശ്രദ്ധിക്കുക, പ്രൈസ് ഇതിൻ്റെ അകത്ത് ഇനി നടക്കുന്നുണ്ട്. സോ മേ ബി ഇപ്പോൾ കുറച്ചുകൂടി സ്മോൾ ടൈം ഫ്രെയിമിലേക്കാണ് ഇപ്പോൾ വന്നത്. ദാറ്റ് മീൻസ് ഇനിയിപ്പോൾ ഞാൻ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്തേക്കാം. 1 hour ചെയ്യുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും കേട്ടോ. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ട് നമ്മുടെ ഇതാണ് കേട്ടോ, 25,170 ഒരു ഏരിയ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. ഇത് ഇപ്പോൾ വന്നേക്കാൻ നമ്മൾ കുറച്ചുകൂടി സ്മോൾ ടൈം ഫ്രെയിമിലേക്കാണ്. സോ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വയ്ക്കുന്നത് പ്രൈസ് 1, 2, 3, 4 ഫോൾ ആൻഡ് 5th വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഇത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബിയുടെ ലെഗാണ്. ഓക്കെ, ബിയുടെ ലെഗ്. ദാറ്റ് മീൻസ് പ്രൈസ് എ ആണ്, ബി ആണ് ആൻഡ് സിയുടെ ഫോൾ നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടാനുള്ള ചാൻസസ്. ഓക്കെ, ബിയുടെ ഹൈ ഇത് തന്നെ ആയി എന്ന് പറയാം, ബട്ട് ഇതുവരെ കൺഫർമേഷൻ ഇല്ല. ഓക്കെ, ബിയുടെ ഹൈ ആയി എന്ന്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഓവറോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, ടൈം എടുക്കും, ഈസി അല്ല, ഒന്നും ഈസി അല്ല. ഓക്കെ, സോ ഇപ്പോൾ ഇപ്പോൾ ഈ ചാർട്ടിനകത്ത് എനിക്ക് എന്താ ഇവിടെ കാണുന്നത് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആണ്. 1 hour ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇത് 1, 2, 3 ആയിട്ടുള്ള ഇത് എ, ബി, സി, ഡി ആൻഡ് ഇ ആയിട്ട് അങ്ങനെ കൗണ്ട് ചെയ്യാം. സോ പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ച് കയറുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നേരത്തെ ഒരു സപ്പോർട്ട് ഞാൻ കാണിച്ചല്ലോ, അത് ഇവിടെ നിന്ന് തന്നെ തിരിച്ച് കയറുന്നുണ്ടോ നാളെ, ഓർ ഇവിടെ വന്നിട്ട് തിരിച്ച് കയറുന്നുണ്ടോ? അതാണ് നമുക്ക് നോക്കാനുള്ളത്. സപ്പോർട്ട് എവിടെ നിന്ന് എടുക്കുന്നു? ഓക്കെ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രൈസ് ഇനി ഇങ്ങനെ തിരിച്ച് ഓക്കെ സിനാരിയോ ആയി. ഓക്കെ, ഒന്ന് സിനാരിയോ വരുന്നത് ഇതെടുക്കുക, ക്ലോൺ എടുക്കുക ആൻഡ് ദെൻ കണ്ട. സോ ഇങ്ങനെ ഒരു ചാൻസസ് ഉണ്ടാവും. ഇൻ കേസ് ഇവിടുന്ന് തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആൻഡ് സപ്പോർട്ട് തന്നെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ. മനസ്സിലായോ? സോ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടാകും, ടൈം എടുക്കും, നോ പ്രോബ്ലം. ടൈം കൊടുക്കുക, ടൈം കൊടുത്താലേ ശരിയാവുള്ളൂ. ഓക്കെ, ഈസി അല്ല, ശ്രദ്ധിക്കുക. സോ 2 സിനാരിയോ നമ്മുടെ കയ്യിലുണ്ടാകും. ഓക്കെ, സോ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം, ഇതും മനസ്സിലാക്കി എടുക്കണം. സോ ദാറ്റ് മീൻസ് പ്രൈസ് ഈ ഒരു ഏരിയ സ്മോൾ ടൈം ഫ്രെയിം മേ ബി ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും ഈ ഒരു ഏരിയ. ഓക്കെ, സോ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് എടുക്കണോ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഈസി ഇൻ ഷോർട്ട് എന്താണ് ഇന്നത്തെ ലോ, ഈ ഒരു ലോ ലാസ്റ്റ് ഫ്രൈഡേ ആ ഒരു ലോ, ഈ ഒരു 630 നമ്മുടെ സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുക 24,500 കിട്ടാനുള്ള ചാൻസസ് നമുക്ക് ഉണ്ടാകും. ഇൻ കേസ് 24,500 ബ്രേക്ക് ചെയ്താൽ നേരെ പിന്നെ താഴത്തെ സപ്പോർട്ട്സ് പിടിച്ചു 400, 300 ആൻഡ് 24,170 അതൊക്കെ പിടിച്ചോളൂ പിന്നെ. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായോ? സോ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ആൻഡ് ഇനി ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ, പ്രൈസ് ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ മീൻസ് സപ്പോർട്ട് എടുത്തു,
ഇവിടെ നിന്നാണോ താഴെ നിന്നാണോ 24,500 ഇവിടെ നിന്ന് സപ്പോർട്ട് എങ്ങനെയാണ് സപ്പോർട്ട് എടുക്കുന്നത്, അത് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ താഴെ നിന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് മുകളിലേക്ക് കയറുവാണെങ്കിൽ സോ ഈ ഒരു ഏരിയയിൽ ക്ലസ്റ്റർ കിട്ടാനുള്ള ചാൻസസ് ആവും. ദാറ്റ് മീൻ റെസിസ്റ്റൻസ് ഫിഫ്ത്ത് ഫെയിലിയറുടെ ആ ഒരു ഡിസ്കഷൻ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് വേവ് ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ ആ ഒരു റേഷ്യോ കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു റേഷ്യോ ഇവിടെ എവിടെയെങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അത് നമുക്ക് ലെഗ് പിടിക്കേണ്ടി വരും. ഏതാ ബോട്ടം, ഈ താഴെയാണോ ബോട്ടം ഇവിടെയാണോ ബോട്ടം, എന്തായാലും ഏകദേശം ഈ ഒരു ഏരിയയിൽ ആ ഒരു ലെഗ് ഫെയിലിയർ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഏരിയ അത് നമുക്ക് അപ്കമിങ് ടൈമിൽ നോക്കാം. സോ ഇതൊരു ഡീപ്പ് എക്സ്പ്ലനേഷൻ ആണ് ആസ് ഇലിയറ്റ് വേവ് തിയറി. ടൈം എടുക്കും. ഇത് ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന ബി ആണെങ്കിൽ കൺസിഡറേഷൻ തന്നെ ഉണ്ടാവും. ഇൻ കേസ് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് ഷൂട്ട് ചെയ്താലും ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി മുകളിലേക്ക് ഇവിടെ സപ്പോർട്ട് താഴെ സപ്പോർട്ട് മുകളിലേക്ക് പെട്ടെന്ന് പോകാൻ തുടങ്ങി. സോ ഇവിടെ റെസിസ്റ്റൻസ് കാണുന്ന എന്തോറ് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് മനസ്സിലാക്കി എടുക്കുക. എന്തോറ് റെസിസ്റ്റൻസ് ആണ്, എന്തോറ് സപ്പോർട്ടായി കിടക്കണം ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു ആൻഡ് റെസിസ്റ്റൻസ് ബ്ലൂ ലൈൻ്റെ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഇൻ കേസ് മുകളിലേക്ക് പോയാൽ ഈ ചാനലിൻ്റെ ഈ ലൈറ്റ് ബ്ലൂ ചാനലിൻ്റെ അതിൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ആൻഡ് ഇവിടെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ മറ്റേ നമ്മുടെ ഇവിടെ കൗണ്ട് ചെയ്യുന്ന ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കും. സോ റൈസ് അവിടെ ഇഷ്ടംപോലെ റെസിസ്റ്റൻസ് ഉണ്ട്, താഴെ ഇഷ്ടംപോലെ സപ്പോർട്ട്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് റൈസ്. മനസ്സിലാക്കുക. ടൈം എടുക്കും, പെട്ടെന്ന് ഈസി അല്ല. അവിടെ പോയാൽ മേ ബി ഇൻ കേസ് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഇപ്പോൾ സഡൻ താഴേക്ക് ഷൂട്ട് ചെയ്യും. സോ അവിടെ ABC താഴെ വന്ന് സപ്പോർട്ട് എടുക്കുമായിരിക്കും. ഇൻ കേസ് ഇവിടെ നിന്ന് താഴേക്ക് വന്നാൽ സഡൻ മുകളിലേക്ക് പ്രൈസ് വീണ്ടും തിരിച്ചിരിക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ ഇതുവരെ പിക്ചർ ക്ലിയർ അല്ല. ആദ്യം എവിടേക്ക് പോകും, ആദ്യം താഴേക്ക് വരുന്നുണ്ടോ മുകളിലേക്ക് വരുന്നുണ്ടോ എവിടേക്കാണ് ഒന്നും ക്ലിയർ അല്ല. ടൈം എടുക്കും, ടൈം കൊടുക്കുക. ബിഗർ ടൈം ഫ്രെയിമിൽ ഒന്നും ക്ലിയർ അല്ല. സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആണ് മാത്രമേ ഇത്. സോ ട്രെൻഡ് ഇതുവരെ ക്ലിയർ അല്ല. കൺസോളിഡേഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ ആണ്. സോ പിക്ചർ ക്ലിയർ ആവാൻ ഇച്ചിരി കൂടി സമയം എടുക്കും. സോ ഇതാണ് ആ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ. ഐ ഹോപ്പ് എൻ്റെ ആ ഒരു ചാനലിൽ കുറച്ച് പേരേ ഉള്ളൂ. ബട്ട് യെസ്, നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കണം എന്താണ് ഇങ്ങനെയാണ്. ഇത് സമയം കൊടുത്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. പെട്ടെന്ന് ഇത് മനസ്സിലാവത്തില്ല മേ ബി. എന്ന് വെച്ചാൽ അവിടെ ക്ലിയറായ പിള്ളേർക്ക് മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. ആ ഒരു വീഡിയോ കണ്ട പിള്ളേർക്ക് മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ എന്താണ് അതൊക്കെ. സോ ബിഗർ പിക്ചറുടെ ഒരു അനലൈസിസ് ആണ്. ഹോപ്പ് യു ലവ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്. ഷെയർ ചെയ്യണമെന്നില്ല ഞാൻ പറയണില്ല. കാരണം വെച്ചാൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫ്രഷർക്ക് അത് ഒട്ടും പിടികിട്ടത്തില്ല അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. സോ ഈ ചാനൽ മാത്രമേ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളൂ, ഷെയർ ചെയ്യുള്ളൂ. സോ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ആൻഡ് ഷെയർ. ബൈ.